നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും കൂടി ഇടുമ്പോൾ നല്ല ലെങ്ത് ആവുന്നത് കൊണ്ടാണ് രണ്ട് വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് നേരെ ശ്രീജി മലായി കഴിച്ചിട്ട് കാലഭൈരവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ശ്രീജി മലായിൽ നിന്നും ഒരു 500 മീറ്റർ ദൂരം മാത്രമേ നമ്മുടെ കാലഭൈരവ ക്ഷേത്രത്തിലേക്കുള്ളൂ. സെയിം വഴി തന്നെയാണ്. ആ വഴി ഇങ്ങനെ പോവുകയാണ്. നല്ല തിരക്കുള്ള വഴിയാണ്. ഒരു 300 മീറ്റർ നടന്നപ്പോഴേക്കും ഭയങ്കര ക്യൂ ഉണ്ട് കേട്ടോ. അമ്പലത്തിലേക്ക് കയറാനുള്ള ക്യൂ ഒരു 200 മീറ്റർ കൂടി ആ ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂവിൽ ഞങ്ങൾ കയറി അങ്ങ് നിന്നു. കാലഭൈരവ ടെമ്പിളിലേക്ക് ടിക്കറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ക്യൂ നിന്ന് തന്നെ പോയേ പറ്റത്തുള്ളൂ. ഇതാണ് ശരിക്കും കാശി കേട്ടോ. ഹെവി റഷും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. ഓ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓട്ടോ എവിടെ കൊണ്ടുവന്ന് ഇറക്കുമോ അവിടെ ഇറങ്ങുക. 9 മണിക്ക് ശേഷമേ കാലഭൈരവ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെ വിടാതെ ഉള്ളൂ. രാവിലെ 9 മണിക്ക് മുന്നേ ഓട്ടോ അതുവരെ വിടും. ആ ഓട്ടോറിക്ഷ വിടുന്നിടത്ത് നിന്ന് നമ്മളൊരു സൈക്കിൾ റിക്ഷ പിടിച്ച് അവർ കുറച്ച് ദൂരം കൂടി നമ്മളാക്കി തരും. കുറച്ചുകൂടെ നടക്കാനൊക്കെ ആണെങ്കിൽ അവിടെ നിന്നേ നടക്കാം. ഇല്ലെങ്കിൽ ആ സൈക്കിൾ റിക്ഷ പിടിച്ച് മാക്സിമം നമുക്ക് എത്താൻ പറ്റുന്നിടത്ത് വരെ എത്തുക. അത് കഴിഞ്ഞ് നിങ്ങൾ നടന്നു പോവുക. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കഷ്ടിച്ച് വരത്തുള്ള കാലഭൈരവ ടെമ്പിൾ. അവിടെ തന്നെ ഒരുപാട് ഫുഡ് സ്ട്രീറ്റാണ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ 4th എൻട്രൻസിൻ്റെ അവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് റൈറ്റ് പോകുന്നതാണ് കാലഭൈരവ ടെമ്പിൾ. എല്ലാം ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ മതി. വാക്കിംഗ് കൊടുക്കുക. അപ്പം നമുക്ക് ഷോർട്ട് കട്ടുകൾ വഴി നടന്ന് പോകാനുള്ളതുണ്ടാവും. അങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു 800 മീറ്ററൊക്കെ ആകുമ്പോഴേക്കും ഈ ശ്രീജി മലായി കാണും. ഇപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരുന്നതാണെങ്കിൽ ഈ റാംബന്ദാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കച്ചോടി വാങ്ങി കഴിക്കാം. അതും നമ്മൾ ഈ കാലഭൈരവ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കാണ്. ഭയങ്കര ഫേമസ് ആണ്. വാരണാസിയിലെ ഫേമസ് ആയിട്ടുള്ളൊരു കച്ചോടി ഷോപ്പാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഓപ്ഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഇറങ്ങുകയാണെങ്കിൽ വരിക. ആദ്യം കാശി വിശ്വനാഥനെ കാലഭൈരവനെയാണ് കാണേണ്ടത്. അവിടെ നിന്ന് തിരിച്ച് ശ്രീജി മലായി എന്ന് വന്നൊരു മലായി കുടിക്കുക. അത് കഴിഞ്ഞ് റാംബന്ദാറിൽ വന്നൊരു കച്ചോടി കഴിക്കുക. അവിടെ നിന്ന് നേരെ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് വിസിറ്റ് ചെയ്യുക. അവിടെ നിന്ന് ഈ കാലഭൈരവ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെ മൃത്യു മഹാദേവ് ക്ഷേത്രം ഉണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. അവിടെ കൂടെ കയറിയിട്ട് നമ്മൾ കാശി വിശ്വനാഥൻ്റെ അടുത്തേക്ക് വരിക. ഇത് നമ്മുടെ രാവിലെ വന്ന ഓട്ടോയിൽ ആ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം കേട്ടോ. നമുക്ക് അതിനെപ്പറ്റി ഇത്രത്തോളം അതാണെന്ന് അറിയില്ല. കാരണം ദ കമ്മീഷണർ ഓഫ് വാരണാസി എന്ന് പറയുന്നത് കാലഭൈരവനാണ്. കാലഭൈരവനോടാണ് ആദ്യം നമ്മളെല്ലാ കാര്യവും പറയേണ്ടത് എന്നാൽ പുള്ളിക്കാരൻ പറഞ്ഞു. പുള്ളി ഇവിടെ ജനിച്ച് വളർന്ന ആളാണ്. അപ്പോൾ പുള്ളി പറയുന്നതായിരിക്കും സത്യമെന്ന് തോന്നിയിട്ടാണ് ഈ ഒരു ഇൻഫോർമേഷൻ ഞാൻ നിങ്ങളായിട്ട് പാസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളൊരു 10 മണിക്കൊക്കെയാണ് ഇവിടെ എത്തിയത്. 10 മണി തൊട്ട് ഇത്രയും സമയമൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഉച്ചയായി. അപ്പോൾ ഉച്ച വരെയുള്ള കാര്യങ്ങൾ സെറ്റായല്ലോ. വിൻ്റർ ആയതുകൊണ്ടും തണുപ്പായതുകൊണ്ടുമാണ് നമ്മൾ ഒരു 10 മണിക്കും 11 മണിക്കും ഇടയ്ക്കുള്ള ദർശനം ബുക്ക് ചെയ്തല്ല എങ്കിൽ രാവിലെ തന്നെ പോയാനായിട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പോയ അനുസരിച്ചിട്ടുള്ളൊരു പ്ലാൻ. പിന്നെ വാരണാസിയിൽ വന്നല്ല നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. 4000 അടുപ്പിച്ചാണ് റൂം റെൻ്റ് എന്ന് പറയുന്നത്. എങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു 8 കിലോമീറ്റർ മാറി അമ്പലം കാശി വിശ്വനാഥ ക്ഷേത്രം മെയിൻ സെൻറ്ററിൽ നിന്നും ഒരു 6-7 കിലോമീറ്റർ മാറിയിട്ടാണ് റൂം എടുത്തിട്ടുള്ളത്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് 4 കിലോമീറ്റേഴ്സാണ് പറഞ്ഞത്. ഗൂഗിളിൽ 6 കിലോമീറ്റേഴ്സ് കാണിച്ചു തന്നിട്ട് അവരെന്നോട് 4 കിലോമീറ്റർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുത്തെങ്കിലും കുറച്ച് മാറിയിട്ടാണെങ്കിൽ തന്നെയും നല്ല ഹോട്ടൽ റൂംസാണ്. മെയിൻ ഒരു സിറ്റിയിലും തന്നെ കേട്ടോ. അതുകൊണ്ട് റൂമിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ദൂരം ഉണ്ടെന്നേ ഉള്ളൂ. എങ്കിലും കുഴപ്പമില്ല. ഈ തിരക്കിനും ബഹളത്തിനും ഇടയിൽ നിന്ന് അവിടേക്ക് റൂം കിട്ടുന്ന വലിയൊരു കാര്യമാണ്. അവിടെയും തിരക്കിനൊരു കുറവുമില്ല. എങ്കിലും ഇത്രയേറെ ഇല്ല കേട്ടോ. കാലഭൈരവ ടെമ്പിളിൽ കയറി തൊഴുതിറങ്ങിയ ഭയങ്കര തിരക്കായിരുന്നു. ഇനി ഒരു അമ്പലം കൂടി നമ്മുടെ ഓട്ടോയിൽ വന്നപ്പോൾ ഡ്രൈവർ പറഞ്ഞേ എല്ലായിടത്തുനിന്ന് ഹാരം നമുക്ക് കിട്ടി. ഓട്ടോ ഡ്രൈവർ ഒരു മൃത്യുഞ്ജയ് മന്ദിർ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണേ. ഇവിടെ നിന്നൊരു 500 മീറ്റർ. ഞാൻ തളർന്നു. ഇവിടുത്തെ ഹോണടി ബഹളം കൊണ്ട് തലവേദന പറഞ്ഞു. ഈ ടെമ്പിൾ അങ്ങോട്ടാണാവോ. വീണ്ടും നമ്മൾ റോഡിലെത്തി. രക്ഷപ്പെട്ടു. ഇവിടെ നിന്ന് ഇനി വണ്ടികളൊക്കെ കിട്ടും. അതുകൊണ്ട് രക്ഷപ്പെട്ടു. മാപ്പിങ് അതിനകത്ത് വെച്ച് വേണ്ട. ജസ്റ്റ് കാലഭൈരവ ടെമ്പിളിൻ്റെ അവിടെ നിന്നൊരു 500 മീറ്റർ മാത്രമേ മൃത്യു മഹാദേവ് ടെമ്പിളിൻ്റെ അതുവരെ ഉള്ളൂ. അപ്പോൾ അത് കയറിയിട്ട് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്ന് വീണ്ടും നമ്മളൊരു 1.5 കിലോമീറ്റർ വരേണ്ടി വരും. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിൽ നടന്ന് പോവാം. പിന്നെ അമ്പലങ്ങൾ കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ.
ഇങ്ങോട്ട് വെച്ചിരുന്ന ബോർഡ് ഇങ്ങോട്ട് പോകാം. ചെരുപ്പ് എവിടെ ഇടാൻ? ഊര് ഊര്. പൈസ കൊടു. പോയിട്ടുണ്ട്. पानी भरिएगा कुआं का? अरे ले लीजिए पानी, ये पानी नहीं है, पानी पीता बाटल में पानी ले लीजिए. ഇതൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ തരണം. പൈസ വാങ്ങിക്കാൻ ചെരുപ്പ് വെക്കുന്നതിന് പൈസ ഇല്ല. ഇത് എവിടെയെങ്കിലും ഇട്ടാ മതിയായിരുന്നു. എന്താ നമുക്കറിയില്ലല്ലോ. അത് തന്നെ ചെരുപ്പിന് പൈസ ഇല്ല. പകരം ഇതുപോലുള്ള പൂജാ സാധനങ്ങൾ 250, 500, 300, 400 ഇതൊക്കെയാണ് റേറ്റ്. ഇവിടെ ചെരുപ്പിട്ടാൽ മതിയായിരുന്നു. പിന്നെ വിശ്വസിച്ചിടാൻ പറ്റില്ല. അല്ലെങ്കിൽ എടുത്തുകൊണ്ടല്ല. കാലഭൈരവൻ്റെ അവിടെ കയറിയപ്പോൾ കുറേ ചെരുപ്പുകൾ കോർപ്പറേഷൻകാരെ പോലെ ആരൊക്കെയോ യൂണിഫോട്ടോരെ വന്ന് കോരി മാറ്റിക്കൊണ്ട് പോകണമായിരുന്നു. ഈച്ച വന്നിരിക്കുന്നു. ഈച്ച തേനീച്ച. ഇത് കടിച്ചാലും വേനിക്കും. തേനീച്ച പേടിച്ചു പോയതാ. ഇത് എന്തോ വെള്ളം വാങ്ങിച്ചിവിടെ എന്തോ ഇവിടെ എവിടെ നോക്കിയാലും ശിവലിംഗവും ദൈവങ്ങളുമാണ്. ഞാനേ സോക്സ് ഊരട്ടെ. സോക്സ് ഇടിച്ച് കുടിക്കുന്ന വെള്ളമല്ലേ നോക്കത്. ഒരു മിനിറ്റ്. हाथ से पीजिए, बोतल घर लेके जाइए. കുടിച്ചിട്ട് വരാം. ഇല്ല കുടിക്കാൻ ശാല. കുറച്ച് കുടിച്ചാൽ മതി. മറ്റേ ചെവ പ്രസാദം പോലെ. നടന്ന് തളർന്ന മനുഷ്യൻ. ഇത് തെർമൽ സോക്സ് ആട്ടോ വാങ്ങിച്ചത്. അതുകൊണ്ട് തണുപ്പൊന്നും വലിയ രീതിയിൽ അറിയില്ല. ഇപ്പം ഇറന്നിടിച്ചിട്ടാണ്. അയ്യോ പോ ഒന്നുമില്ല. ഇതാണെന്ത് വെള്ളം. അവരോട് തരണം ചോദിച്ചോക്കായിരുന്നു. 1 മണിയായി. നടന്ന് കാല് കഴിക്കണം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ മെയിൻ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് പറയാൻ പറ്റില്ല. മെയിൻ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഊബർ വിളിച്ച് ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് പോവും. ഇപ്പം നമ്മൾ ചെരുപ്പ് കൊടുത്തെടുത്ത് അവർ 50 രൂപ വാങ്ങുന്നുണ്ട്. പാവം നല്ല സ്ത്രീ എല്ലാമൊക്കെ വാങ്ങിച്ചു വെച്ചു. ആ ഹാരം തന്നു, ഒരു ബോട്ടിലും തന്നു. പാവം 50 രൂപ വാങ്ങി. ബാക്കി എല്ലായിടത്തും 250, 300. ചോദിക്കാൻ പറിച്ചിട്ടൊന്നുമില്ല. ഇല്ലെങ്കിൽ തരുകയാണ്. വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ ചെരുപ്പ് എടുത്തുകൊണ്ട് പോകാൻ പറയുകയാണ്. പിന്നെ നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരു ഓട്ടോ പിടിച്ച് നടക്കാൻ ശരിക്കും പറഞ്ഞാൽ വയ്യായിരുന്നു. ഓട്ടോ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. അങ്ങനെ ഊബർ വിളിക്കാൻ എത്തിയപ്പോൾ പുള്ളി 150ക്ക് അവിടെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇതിലങ്ങ് കയറി കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇവിടെ ഊബറിനെക്കാട്ടി കൂടുതലും റാപ്പിഡോ ആണുള്ളത്. പക്ഷേ അത് അത്രയും സുലഭമല്ല. കാരണം ഇവിടെ മറ്റേ ഇലക്ട്രിക് ഓട്ടോ പോലത്തെ സാധനമൊക്കെ ഇഷ്ടം പോലെ ബൈക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഊബറൊക്കെ ബുക്ക് ചെയ്താൽ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാലേ വരത്തുള്ളൂ. എങ്കിലും കുഴപ്പമില്ല. ഇവരോട് കിടന്ന് വില പേശുന്ന നേരം അവർ ബുക്ക് ചെയ്താൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഓട്ടോ കയറിയിട്ട് ആ പൊട്ടനാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. എന്തൊക്കെ പൈസ കൊടുത്തില്ല എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ ഇത് റാപ്പിഡോയിൽ ബുക്ക് ചെയ്തു. ഭയങ്കര പാട് കേട്ടോ. 10 മിനിറ്റ് പിടിക്കുമെന്ന് പറഞ്ഞ് ഇത് കാണിച്ചേക്കുന്നു. ഇതൊക്കെ ഭയങ്കര ബ്ലോക്കും. ആരും നമ്മൾ പറയുന്ന സ്ഥലത്തേക്കൊന്നും വരാൻ തയ്യാറല്ല.
വേദ തളർന്നു കയറി ഇരിക്കുകയാണ്. ഇത് കർപ്പൂരോ സ്വീറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടാ. ഒരൊറ്റ ഓട്ടോയെ അങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നില്ല. ജസ്റ്റ് 3 കിലോമീറ്ററേ ഉള്ളൂ. അവസാനം ഈ സൈക്കിൾ റിക്ഷ ചേട്ടൻ അങ്ങോട്ട് ഓട്ടോ വരത്തില്ല, സൈക്കിൾ റിക്ഷയിലേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ സൈക്കിൾ റിക്ഷ കയറി കേട്ടോ. 2 പേർക്ക് പോലും ശരിക്കും ഇരിക്കാൻ പറ്റാത്ത സൈക്കിൾ റിക്ഷയിൽ ഞങ്ങൾ 3 പേര് അയാളെ വലിച്ചതിനകത്ത് കയറ്റി കേട്ടോ. ഞങ്ങൾക്ക് മണ്ടത്തരം പറ്റി ഇപ്പം അവിടെ എത്തും എന്ന് പറഞ്ഞാണ് അതിൽ കയറിയത്. പാവം വേദ വലിയ ബുദ്ധിമുട്ടിയാണ് അതിൽ ഇരുന്നത് കേട്ടോ. കുറച്ച് ദൂരം ഇങ്ങനെ അങ്ങനെ സൈക്കിൾ റിക്ഷയിലിരുന്ന് പോയിട്ട് 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എത്തുന്നുമില്ല, കുന്തം ആകെ കൂടി സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നിട്ട് വയ്യ. കാരണം മുഴുവതും സേഫ്റ്റി ഇല്ലാണ്ട് വേദ മടിയിലാണ് ഇരിക്കുന്നത്. നമുക്കും പറ്റുന്നില്ല, വേദയ്ക്കും പറ്റുന്നില്ല, ആ ചവിട്ടുന്ന ചേട്ടനെ കൊണ്ടും പറ്റുന്നില്ല കേട്ടോ. 3 പേരെ കൊണ്ടുപോകാനൊക്കെ വലിയ പാട്. പിന്നെ ജസ്റ്റ് 3 കിലോമീറ്ററിലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. വേദ പറയായിരുന്നു നമ്മൾ നടന്നു പോയിരുന്നെങ്കിൽ നമ്മൾ ഇതിലും വേഗത്തിലെത്തുമായിരുന്നല്ലോ എന്ന്. കാരണം ഊബർ ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല, എല്ലാം ക്യാൻസലായി പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്തായാലും കയറി. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കേസരിയ താലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് 3 കിലോമീറ്റർ കാണിച്ചുള്ളൂ, അതുകൊണ്ടാണ് കയറിയത്. പക്ഷേ ഈ സൈക്കിൾ റിക്ഷക്കാർ എന്ത് ചെയ്തെന്ന് അറിയോ, 1.5 കിലോമീറ്റർ ആയപ്പോൾ ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നടന്ന് വേണമെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് വണ്ടി പോകില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ മക്കനെ നടക്കാൻ തുടങ്ങി കേട്ടോ. 1.5 കിലോമീറ്റർ വീണ്ടും നടന്നു. ഇത് കഷ്ടം നോക്കി. സ്കൂട്ടർ ആണെങ്കിൽ ഇവിടെ എല്ലായിടത്തും പോവും. നമുക്ക് പറ്റിയൊരു അബദ്ധം, ഇവിടെ വന്നിട്ട് റെൻറ്റഡ് സ്കൂട്ടർ എടുത്താൽ മതിയായിരുന്നു, എന്നിട്ട് മാപ്പിട്ട് പോയാൽ മതിയായിരുന്നു കേട്ടോ. അതിനെപ്പറ്റി വലുതായിട്ട് അങ്ങ് ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ ഓട്ടോക്കാരന്മാർ കറക്റ്റ് സ്ഥലത്ത് നമ്മളെ എത്തിക്കുന്നില്ല. ഊബർ ആണെങ്കിൽ കറക്റ്റ് സ്ഥലത്ത് എത്തിക്കും. പിന്നെ ഊബർ ഇതുപോലെ ചില സ്ഥലങ്ങളിലേക്ക് ഓട്ടോ വിടാത്തത് കൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യില്ല, അത് ക്യാൻസലായി പോകും കേട്ടോ. അങ്ങനെ 1.5 കിലോമീറ്റർ നടന്നപ്പോഴേക്കും കേസരിയ താലി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നേ. അന്വേഷിച്ച് തന്നെയാണ് ഇത്രയും ദൂരം നടന്നത്. അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളുടെ ചാർട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രാവിലെ കാലഭൈരവ ടെമ്പിളിൽ പോവുക, മൃത്യു മഹാദേവ് ക്ഷേത്രത്തിൽ പോവുക, അത് കഴിഞ്ഞ് ശ്രീജി മലായയിൽ പോയൊരു മലായൊക്കെ കുടിച്ചിട്ട് റാം ബന്ദറിൽ കയറി കച്ചോടി കഴിക്കുക. അപ്പോഴത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാവും, വിശപ്പൊക്കെ മാറും. പിന്നെ കാശി വിശ്വനാഥനെ കാണുക. കുറച്ച് സമയം എന്തായാലും അതിനുള്ളിൽ എടുക്കും, 1 മണിക്കൂർ നോക്കിയാൽ മതി. അപ്പോഴേക്കും ഉച്ച സമയമാവും, നമുക്ക് വിശപ്പടിക്കും. എന്നിട്ട് നേരെ ഈ കേസരിയ താലിയിൽ വരും കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കുറച്ച് പാടാണ്, ആരും കൊണ്ടുവന്ന് എത്തിക്കത്തില്ല. ജസ്റ്റ് 3 കിലോമീറ്ററേ ഉള്ളൂ. ചിലർ 9 കിലോമീറ്റർ 7 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്, എങ്കിലും 3 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നല്ല ഫുഡായത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഓപ്ഷൻ പറഞ്ഞത് കേട്ടോ. പക്ഷേ ഇവിടേക്ക് ഓട്ടോ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഫുഡ് സൂപ്പറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനാണ് ബുദ്ധിമുട്ട് കേട്ടോ. അല്ലെങ്കിൽ അവിടെ നിന്ന് എവിടെയെങ്കിലും തന്നെ കഴിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പക്ഷേ ഫുഡ് നല്ല രീതിയിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു താലി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇവിടെ നിന്ന് കഴിക്കാം കേട്ടോ. ചപ്പാത്തിയും റൈസും ഒക്കെ ഇഷ്ടംപോലെ അവർ തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആസിഘട്ടിൽ പോവുക. ഇതാണ് നമ്മുടെ നിലവിലെ പ്ലാൻ എന്ന് പറയുന്നത്. 1.5 കിലോമീറ്റർ നടന്ന് തളർന്ന് പണ്ടാറടങ്ങി പോയിട്ടോ. താലി വയ്ക്കാൻ വന്നത്. വെൽക്കം ഡ്രിങ്ക്. ഫുഡ് ഇങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, ഇത്രയും ദൂരം നടന്നു വന്നിട്ടാണ് വല്ല കഷായം പോലെ എന്താ സാധനം. അതെന്തോ നല്ലതാണ്ടാ, ഒരു പുളിയും എല്ലാം കൂടിയുള്ള നല്ലൊരു വെൽക്കം ഡ്രിങ്ക്. താലിയുടെ പ്ലേറ്റ് നോക്കിയേ, 1 2 3 4 5 6 8. ആസിഘട്ടിൻ്റെ അവിടെ ഇതിൻ്റെ ബ്രാഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു, അത് എഴുതിച്ചേക്കും. നമ്മൾ അവിടെ നിന്നൊക്കെയാണ് വന്നത്. സംഭവിച്ചെന്തെന്നറിയോ, ഹോട്ടലിങ് വരാലോ എന്ന് എഴുതി, പക്ഷെ ഓട്ടോക്കാരൻ ചതിച്ചു. അയാൾക്ക് കറങ്ങി വേണമെങ്കിലും വരാമായിരുന്നു. വേദയ്ക്ക് ഹാഫാട്ടോ പറഞ്ഞത്. കിഡ്സിന് പകുതി പൈസ കൊടുത്താൽ മതി, 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. എടുത്തപ്പം മാറിയിരിക്കും. വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല സ്റ്റീൽ പോലെ എന്തോ സാധനം. വെൽക്കം ഡ്രിങ്ക് സൂപ്പറായിരുന്നു കേട്ടോ. അത് കുടിച്ചപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ട്. അവരെന്തോ കൊണ്ടുവരുന്നുണ്ട്, കറികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നല്ല റിഫ്രഷ്മെൻ്റ് ഉണ്ട്, കുടിച്ചു നോക്ക്. എന്തെല്ലാം സാധനം വാങ്ങി കുടിക്കണത്. ഇനി തിരിച്ച് നമ്മൾ വീണ്ടും ആസിഘട്ടിൽ പോവും, ആരതി കാണണം. പിന്നെ എന്തോന്ന് മണികർണിക കട്ടിലാണെന്ന് തോന്നുന്നത്, ഡെഡ് ബോഡീസൊക്കെ മതിയാണ് ഫുഡ് കൊണ്ടുവരണേ. അത് ചട്നി, മിൻറ്റ് ചട്നി ആയിരിക്കും. അഗെയിൻ ചട്നി. പപ്പട് ഇതിൽ
राजस्थानी खीर का अचार ये हाफ है हाफ हाँ वो हाफ ही लगेगा ഇതൊക്കെ ഹാഫാണ്. स्वीट पिकल इसका नाम क्या है? ढोकला है ढोकला ढोकला ए कटलेट हैं कटलेट है കട്ട്ലേറ്റ് കട്ട്ലേറ്റ് ഓക്കെ. ढोकला ഇത് ഇഡ്ഡലി പോലെ ഇരിക്കും. നമ്മൾ ഞാൻ മധുരയിൽ പോയപ്പോൾ കഴിച്ചു. राजस्थानी खीर का अचार രാജസ്ഥാനി ഖേൽ मिर्ची ആ പക്ഷേ ഓ എൻ്റെ കൂടെ ഇടുന്നതാണ് പക്ഷേ പപ്പട് पापड़ സാലഡ് മിക്സ് സാലഡ്. नेक्स्ट നടന്ന് വന്നത് നഷ്ടമായില്ലാന്ന് തോന്നുന്നു. 394 രൂപ കേട്ടോ ഒരു പ്ലേറ്റ്. ഈ ഡോക്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണേ. സ്വീറ്റ് ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മിൻ്റാണേ, കൊള്ളാം, എനിക്ക് ഇഷ്ടമാണത്. കട്ട്ലറ്റ് എന്ത് കട്ട്ലറ്റ് ആണെന്ന് അറിയില്ല, എന്തായാലും വെജാണ്. കട്ട്ലറ്റ് കൊള്ളാം. സാലഡ് ബാക്കി സാധനങ്ങൾ വരട്ടെ. ഇതെന്തോ എന്തോ രാജസ്ഥാനി പേര് പറഞ്ഞു. എന്തോ അച്ചാറ്, കടുകണ്ണേരെ ടേസ്റ്റ്. ആ സ്വീറ്റിൽ മുക്കി കഴിച്ചോ. എന്ത് കറികളുണ്ടോന്ന്. റൈത്ത, തൈര്, ചന, റൈത്ത നല്ല സ്വീറ്റ് ആയിട്ടുണ്ടത്. 4 टाइप ऑफ वेजिटेबल लौकी चना 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 जी ये क्या है? मलाई कोफ्ता मलाई സ്വീറ്റ് स्वीट नहीं है वो ये आलू मटर ആലു മട്ടർ, ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസ്. ये दाल डुबकी की सब्जी है സബ്ജി, ഡാലെല്ലാം കൂടി ഇട്ടിട്ടുള്ള സബ്ജി. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. दाल डुबकी പരിപ്പ് കൊള്ളാം. എന്തോ ഒരു സാധനം चना ഈ യെല്ലോ കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. യെല്ലോ ഇത് റൈത്ത സ്വീറ്റ് ആയിട്ടുണ്ട്, അത് കൊള്ളാം. ചന കൊള്ളാം. മലായി കൊഫ്ത, ആലു മട്ടർ, എല്ലാം കൊള്ളാം. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഗിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ശർക്കര ഇല്ലേ? जागरे जागरे ये क्या है? जागरे ആണ്. हाँ കൊള്ളാം. പഴക്കേക്കിൻ്റെ മാവാണ് കൊണ്ട്. ഇതും പഴക്കേക്കിൻ്റെ മാവാണ് കൊണ്ട് കൊള്ളാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എന്തൊരു മധുര സാധനം. ശർക്കര തന്നെ എന്തോ, ശർക്കരയല്ല പക്ഷെ കൊള്ളാം. ഇത് ശർക്കര പോലെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വേദയ്ക്ക് ഹാഫാണ് പറഞ്ഞെങ്കിലും അവർ റൈസിൻ്റെ ക്വാണ്ടിറ്റി മാത്രമേ കുറച്ച് തരുള്ളൂ. ബാക്കി എല്ലാം നമുക്കുള്ള പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ റൈസിനാണ്
റൈസിനാണ് കൂടുതൽ പ്രാധാന്യം. സൂചി റവ सूजी का मिलाता है। സ്വീറ്റാണ്. സ്വീറ്റ് കേസരി ഹൽവ, फिरंगी बर्फी, ബർഫി. ബർഫി, ഗുലാബ് ജാമുൻ, जी ये फिरनी है കീർ. जी। കീർ കൊള്ളാം. ഇതും കൊള്ളാം. ഇത് റവയും എന്തെന്ന് പറഞ്ഞ റവയും എന്തെന്നാ ഹൽവ, കേസരിയ ഹൽവ. എന്തോന്ന്? ബർഫി അത്ര പോരാ. അപ്പോൾ അതാണ് താലിന് റൈസും കൂടെ വരും കേട്ടോ. കഴിക്കുകയാണ്. ഞാൻ കഴിച്ചാലേ എന്ന് കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാം കൊള്ളാം കേട്ടോ. റൊട്ടി മാത്രമല്ലേ നമ്മൾ ടേസ്റ്റ് ചെയ്യാതെ ഉള്ളൂ. ഗുലാബ് ജാമുൻ നമുക്കറിയാമല്ലോ, റൊട്ടി സോഫ്റ്റാണ്. അപ്പോൾ കഴിക്കട്ടെ, കഴിച്ചൊന്ന് റിലാക്സ് ചെയ്യട്ടെ. ഫുഡ് കഴിച്ചിറങ്ങിയതും വേദയ്ക്ക് ചെറിയൊരു തലവേദന എന്നിങ്ങനെ പറഞ്ഞു. വേണമെങ്കിൽ അസിഘട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പ്ലാനിങ് അസിഘട്ടിൽ പോയി ആരതി എല്ലാം കണ്ട്, അസിഘട്ടിൽ പോയി ബോട്ടിൽ കയറിയിട്ട് എല്ലാ ഘട്ടുകളും കണ്ട് മണികർണിക ഘട്ടെല്ലാം കണ്ട് ആരതി എല്ലാം കണ്ടിട്ട് നേരെ റൂമിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. പെട്ടെന്ന് വേദൊരു തലവേദന പറഞ്ഞപ്പോൾ വേണമെങ്കിൽ അവൾ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പോയാൽ ശരിയാവത്തില്ല. തലവേദന വന്നാൽ വേദയ്ക്ക് പിന്നെ പറ്റത്തില്ല കേട്ടോ. അത് വേദയ്ക്കെന്നല്ല എനിക്കായാലും പറ്റത്തില്ല. അതുകൊണ്ട് നേരെ റൂമിലേക്ക് പോകാമെന്ന് കരുതി പ്ലാനിങ്ങുകളെല്ലാം തകിടം മറിഞ്ഞു കേട്ടോ. അവിടെ ഇരുന്നപ്പോൾ ചെറിയൊരു തലവേദന ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ. പിന്നെ ഇറങ്ങിയപ്പോഴേക്കും വീണ്ടും നമുക്ക് തലവേദന കൂടി. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു റാപ്പിഡോ ബുക്ക് ചെയ്തു. ഒരു 10 മിനിറ്റ് കാണിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റാപ്പിഡോ ചേട്ടൻ വന്നു കേട്ടോ. അവർ എല്ലാവരും നമ്മുടെ റൂം വരെ 300 രൂപ പറഞ്ഞു. റാപ്പിഡോയിൽ 192 രൂപയെ കാണിച്ചുള്ളൂ. 200 രൂപയെന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ റാപ്പിഡോ തന്നെയാണ് ഭേദം. അങ്ങനെ റാപ്പിഡോ ബുക്ക് ചെയ്തു. ഒരു 10 മിനിറ്റത്തെ താമസം. റോഡ് ബ്ലോക്കാണ്. അവർക്ക് അവിടെ വരെ വരേണ്ട ഒരു താമസം നമ്മൾ കൊടുക്കണം. അങ്ങനെ അതിൽ കയറിയിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. പോകും വഴി വേദ അതിലിരുന്ന് ഉറങ്ങുക കേട്ടോ. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും വലിയ തണുപ്പൊന്നുമില്ല. എങ്കിലും ഓട്ടോയിൽ പോകുമ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. തൊപ്പി വയ്ക്കടി, അത് പിടിച്ച് തലയിലിടറി, കൂടി പിടിച്ച് തലയിലിടറി, നടുക്കിരിക്കടി എന്നും പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല കേട്ടോ. ആ സൈഡിൽ ചെന്നിരുന്ന് ഉറങ്ങി എണീറ്റപ്പോൾ കുറഞ്ഞൂന്ന് എഴുതി. പക്ഷേ കുറവുണ്ടായിരുന്നില്ല. ഇനി റൂമിൽ ചെന്ന് നല്ല രീതിയിൽ ഉറങ്ങുമ്പോഴേക്കും ശരിയാവും. വെള്ളമൊന്നും കുടിച്ചില്ല, ഒരുപാട് ദൂരം നടന്നു. അതിൻ്റെ ഒരു ക്ഷീണവും ഒക്കെയാണ് തലവേദന വന്നത് കേട്ടോ. പാവം എന്നിട്ടും പറഞ്ഞു വേണമെങ്കിലും നമുക്ക് പോയി ആരതിയൊക്കെ കണ്ടിട്ട് വരാൻ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ പോയാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ അവൾക്കും ഒരു ബുദ്ധിമുട്ട്, നമുക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. എന്തായാലും ആദ്യം നമ്മുടെ ഹെൽത്തല്ലേ നോക്കേണ്ടത്. റൂമിൽ പോയി ഒന്ന് കിടന്ന് ഉറങ്ങി ഒന്ന് സെറ്റാവട്ടെ. ഇനി ആരതി നാളെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്ത് നേരെ നമ്മൾ റൂമിൽ പോവാണ്. ശരിക്കും പറഞ്ഞാൽ വേദയെ പോലെ നമ്മളും തളർന്നു പോയി. പക്ഷേ തലവേദനയൊന്നും ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ. എങ്കിലും ഒത്തിരി ദൂരം നമ്മൾ ദേഹം പോലും അനങ്ങാണ്ടിരിക്കുന്നവരല്ലേ ഇത്രയും ദൂരം നടന്നപ്പോൾ ഒന്ന് ടയേർഡായെന്നുള്ള സത്യമാണ്. എനിക്ക് കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ തലവേദന വന്നില്ല. കുറച്ച് കഴിഞ്ഞൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഞാനും കൂടെ വേദനയുടെ കൂടെ ഉറങ്ങി കേട്ടോ. ഉറങ്ങിയൊക്കെ എണീറ്റപ്പോൾ ചെറിയൊരു തലവേദന പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച്, വെള്ളം കുടിച്ചില്ല, ഇത്രയും ദൂരം നടന്നു, അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. വലിയ രീതിയിൽ എനിക്കില്ല, വേദയ്ക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇതെനിക്ക് തോന്നുന്നു വെള്ളം കുടിക്കാത്തതിൻ്റെ ആവാം തലവേദനയെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒന്ന് സെറ്റാവും. അപ്പോൾ ഈ ഹോട്ടലിൽ കൊടുത്തിട്ടാണ് പോയത്. കുറച്ച് തുണികളെല്ലാം വാഷ് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാം ലോണ്ടറിക്ക് കൊടുത്തിട്ടൊക്കെയാണ് പോയത് കേട്ടോ. ഞങ്ങൾ റൂമിൽ കയറാൻ നിന്നപ്പോൾ അവിടുത്തെ ഒരു ആരാണ്, മാനേജർ ആണോ എന്നറിയില്ല, പുള്ളി വന്നിട്ട് ട്രിവാൻഡ്രത്തുനിന്ന് വരികയാണ്. പുള്ളിക്ക് അറിയാം, ബാംഗ്ലൂരൊക്കെ അറിയാം, കേരള അറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. കാറിലാണോ വന്നത്, ഡ്രൈവ് ചെയ്താണോ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പുള്ളി. ഈ സെയിം ക്വസ്റ്റ്യൻസ് ഇന്നലെയും പുള്ളി എന്നോട് ചോദിച്ചതാണ്. എന്ന് പിന്നെ പുള്ളിയുടെ സമാധാനത്തിന് ഒന്നുകൂടെ ചോദിച്ചതാവും. വേദയ്ക്ക് വയ്യാതായിപ്പോട്ടോ. അതുകൊണ്ട് നമ്മുടെ പ്ലാനുകളെല്ലാം തകിടം മറിഞ്ഞു. അവിടെ ചെന്നിട്ട് പിന്നെ ഒട്ടും വയ്യാതായാൽ ഒട്ടും ശരിയാവില്ല. അതുകൊണ്ട് പാവം വണ്ടിയിലിരുന്ന് ഉറങ്ങി. എന്നിട്ട് ഞാൻ കേട്ട് കുറവുണ്ടോയെന്ന് വെച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. വെള്ളമൊന്നും കുടിച്ചില്ല കേട്ടോ. ഹോട്ടലിൽ കയറിയപ്പോഴാണ് വെള്ളം കുടിക്കുന്നത്. പിന്നെ ഒത്തിരി നടന്നു, ഒരു 5 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇന്നത്തെ ആരതി കാണലൊക്കെ നാളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഇപ്പം ഇനിയിപ്പോൾ എല്ലാം തകിടം മറിയും. എന്തായാലും മറ്റന്നാൾ നമ്മൾ രാവിലെ പോകും കേട്ടോ. അവിടെ അയോധ്യയിലും അതിൻ്റെ നാളെ തൊഴുതിറങ്ങണം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പ്ലാനിങ്ങിൽ തെറ്റ് വന്നാൽ മൊത്തത്തിൽ കുളമാവും.
അപ്പം ഫുൾ കൊളാവും. സത്യമായിട്ടും വാരണാസിയിൽ വന്നിട്ടൊരു ചായ ഞാൻ കുടിച്ചില്ല കേട്ടോ. എനിക്കിതുപോലൊരു വിഷമമില്ല. ഇപ്പോൾ വേദ ഇവിടെ കിടത്തിയിട്ട് പോകുന്ന കരുതി, പിന്നെ അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് റൂമിലാക്കിയിട്ട് പോകണ്ടെന്ന് കരുതി. അപ്പോൾ വേദ ഒന്ന് ഉറങ്ങിയിട്ട് ഒരു 5-6 മണിയായ ശേഷം ഒന്ന് ചായ കുടിക്കാൻ വേദയും കൊണ്ട് താഴെ പോകാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ചായ കുടിക്കാൻ പറ്റാത്തതിന്. ഇപ്പോഴത്തെ ചായ ഭയങ്കര സ്പെഷ്യലാന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ കിട്ടിയില്ല. If you remember. മെസ്സേജിങ് ടു വാട്സാപ്പ്. Yes, yes, ഓക്കെ yes. ഓക്കെ. So, how are you feeling here? ഓക്കെ ഫൈൻ ഗുഡ്. SREE KUTTY. Srikuti YouTube channel. Yeah. Okay, I'm just going to subscribe your Okay. channel. Thank you so much. Okay. What's your name? My name is Anchal. Anchal. We spoke on call and I made your reservation. Okay. I understand. Okay. Thank you. Okay, thank you. Anchal. കുറച്ച് ഹിന്ദി പേരൊക്കെ കിട്ടി കേട്ടോ. ചീമയുടെ കൊച്ചിനുണ്ടാ നമുക്ക് പേരുണ്ടാക്കും. അതാ കുറവുണ്ടോ തലവേന? കുറവുണ്ടോടാ? തലവേദന കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും വാരണാസി വന്നിട്ട് ചായ കുടിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഞാനിന്ന് ചായ കുടിക്കാറിറങ്ങി. വേദ എനിക്ക് റൂമിലാക്കിയിട്ട് പോകാനൊരു മടി. നമുക്ക് ഒന്നാമത് പരിചയമില്ലാത്ത സ്ഥലം. സേഫാണെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പറ്റില്ല. അതുകൊണ്ട് പിന്നെ അവളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചാണ് ചായ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ എണീറ്റപ്പോൾ കുറച്ച് കുറവുണ്ടെന്ന് പറയണമെങ്കിൽ ഉറക്കത്തിൻ്റെ ക്ഷീണമായിരിക്കും അല്ലേ. ഞാനും ഉറങ്ങിയിട്ടപ്പോൾ എനിക്കെന്താ ചെറിയൊരു തലവേദന. എവിടെ ചായ ഉള്ള മഞ്ഞല്ല ഇത് പോകാം. ഭയങ്കര തണുപ്പെന്ന് പറയാനില്ല. തണുപ്പുണ്ട്, തണുപ്പില്ലാന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഗ്ലൗവും ഹാറ്റും ജാക്കറ്റും ഒക്കെ ഇട്ടാൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. അവിടെ ഒരു ചായക്കട, തീൻ ചായ്. ചായയുണ്ട് അവിടെ. പാൻപരാഗൊക്കെ വിൽക്കുന്ന സ്ഥലം കേട്ടോ. മൺകപ്പിലാണ് ചായ. വേണ്ടേ? അപ്പൊ 2 മതി എന്നറ. വേറെക്ക് വേണ്ടാന്ന് 2 ചായ മതി എന്ന് പറഞ്ഞു. പിന്നെ അത് ഇടുന്നേ ഉള്ളൂ അല്ലേ? അല്ലെ ചൂടാക്കണതാ? ഓ, ഫാന് വെച്ച് ചൂടാക്കി. അങ്ങനൊക്കെ വെച്ച് സെറ്റപ്പ്. അങ്ങോട്ട് വയ്ക്കാം. ബാ, ആയിട്ടില്ലേ? ഞങ്ങൾ അവിടെ വയ്ക്കാം. നമുക്ക് ചായ ഒഴിക്കുന്നത് സ്റ്റൈലായിട്ട് ചായ ഒഴിക്കണം. നമുക്ക് ചീമയൊക്കെ കഴിഞ്ഞ കുംഭമേളയ്ക്ക് അവർ വന്നപ്പോൾ വാരണാസി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളാണ് ഇവിടുത്തെ ചായ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞൊന്ന് കുടിച്ചു നോക്കണമല്ലോ. അപ്പോൾ അത് അവിടെ ഘട്ടില് ചായയാണ് അവർ കുടിച്ചത്. ഇവിടത്തെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ചായ അരിച്ചൊഴിക്കണം നമുക്ക്. ഗ്ലാസ് ഇത് 1 ടൈം യൂസ് ഗ്ലാസ് ആണ് കേട്ടോ. പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ചായ അടിച്ച് കമ്പത്തിയുടെ വീഡിയോ എടുത്തത്. ആ ഗ്ലാസ് നോക്ക്, ചെറിയ ഗ്ലാസ്. കൊള്ളാം, ചായ കൊള്ളാം. നല്ല കടുപ്പൊക്കെ ഇട്ട്. ഇഞ്ചിയില്ല. വേണ്ടേ? ഇഷ്ടപ്പെട്ടില്ലേ? ആ ചായര തേയിലപ്പൊടിയുടെ കടുപ്പവും മധുരമൊക്കെ കറക്റ്റ്. ഇഞ്ചിയില്ല. എനിക്കിഷ്ടമായി. ഇപ്പം അടിപൊളി എന്നല്ല, ഇത് ട്രിവാൻഡ്രത്തൊക്കെ കിട്ടുന്ന ചായയുടെ ഒരു ടേസ്റ്റ്. സ്പെഷ്യൽ ഒന്നല്ല. പശിനിക്കട കടയാ? അമ്പലം. വൈകിട്ട് ഞങ്ങൾ കരുതി ഹോട്ടലിൽ നിന്ന് റൊട്ടി വാങ്ങി കഴിക്കാം. അച്ചാറൊക്കെ ഇരിക്കില്ല. ഇന്നലെ കുറേ പേര് കമൻറ്റ് ചെയ്തു അച്ചാർ മീൻ ഓർമ്മിക്കാണ്ട് കഴിച്ചതാണോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഓർമ്മിക്കാണ്ട് കഴിച്ചതാണ്.
മറന്നുപോയി. കഴിച്ച് കഴിഞ്ഞ് ഈവനിങ് ആയിട്ടാണ്, അയ്യോ കഴിച്ചിപ്പോഴും ഓർമ്മിച്ചില്ല, വൈകുന്നേരമാണ് ആരും ഓർമ്മിച്ചില്ല, മറന്നു പോയിട്ടാണ് ഇന്നലെ കഴിച്ചത്. ഇന്നിപ്പോൾ വെളുത്തുള്ളി അച്ചാറൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ വെച്ച് റൊട്ടിയും വാങ്ങി കഴിക്കാമെന്ന് കരുതി. പുറത്തോട്ടൊന്നും പിന്നെ ഇനി ഇറങ്ങുന്നില്ല, വേദയ്ക്കും വയ്യ. അതുകൊണ്ട് കൈ അതിനകത്തില്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. നാളെ നമ്മൾ ആരതിയൊക്കെ കാണാൻ പോകും കേട്ടോ. അപ്പോൾ ആരതി വിശേഷമൊക്കെ ഞാൻ ഇന്ന് ഇടണമെന്ന് കരുതിയതാണ്, പക്ഷെ വേദയ്ക്ക് വയ്യാതായതുകൊണ്ട് നടന്നില്ല. പല കാര്യങ്ങളും നമുക്ക് പെയിൻറ്റിങ് ആയിട്ടുണ്ട്. ഉച്ച മുതൽ ഇങ്ങോട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ട്. എന്തായാലും ആരതിയൊക്കെ ഉറപ്പായിട്ട് നാളെ കാണാൻ പോകും. ഒരു ബോട്ടിലൊരു യാത്ര, ആരതി, അസീകട്ട്, പിന്നെന്തോന്ന് എന്തോന്ന് കേട്ടെ, മണികണ്ഠ കെട്ട്, ഡെഡ് ബോഡീസൊക്കെ സംസ്കരിക്കുന്ന സ്ഥലമുണ്ടല്ലോ. അയ്യോ ആ കട്ട് നാളെ പോവുക. മണികർണിക കട്ട്, ഇത്രയും സ്ഥലങ്ങളിൽ നാളെ പോവും. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട്, അതായത് ആരതി വിശേഷവും മറ്റും കണ്ട് കാണാം നാളത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ടാറ്റാ, ബൈ.